മട്ടാഞ്ചേരിയിലെ വെർച്വൽ അറസ്റ്റ് തട്ടിപ്പ് കേസിൽ കൂടുതൽ പേരെ പ്രതി ചേർക്കുമെന്ന് പോലീസ്. പ്രതികൾക്ക് സാങ്കേതിക സഹായം ചെയ്തവർ ഉൾപ്പെടെ പ്രതികളാകും. മാ ദുർഗ അർബൻ ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പേരിലാണ് തട്ടിപ്പ് നടന്നത്. തട്ടിപ്പിൽ മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും SHO ഷിബിൻ കെ പറഞ്ഞു. സിജോ വർഗീസ് വിവരങ്ങളുമായി ചേരുന്നു. സിജോ, എന്തുകൊണ്ടാണ് കൂടുതൽ പ്രതികൾ ഇതിൽ ഉണ്ടാകും എന്ന് പോലീസ് സംശയിക്കുന്നു? അജിൻസ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ഈ തട്ടിപ്പ് നടന്നത്. മട്ടാഞ്ചേരി സ്വദേശിയായ വീട്ടമ്മൽ നിന്ന് 12 തവണകളായി ഏതാണ്ട് 2,88,10,000 രൂപ ഈ തട്ടിപ്പ് സംഘം കൈക്കലാക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനായി ഈ വീട്ടമ്മ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഈ പോലീസുകാർക്ക് ഒരു സംശയം തോന്നുന്നതും പിന്നീട് വിശദമായി പരിശോധിച്ച് ഈ കേസിലേക്ക് എത്തുന്നതും. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കേസിൽ മുംബൈ സ്വദേശികളായ 5 പേർ ഉണ്ട് എന്നുള്ള രീതിയിലും കണ്ടെത്തുകയും ചെയ്തത്. അവരെ പ്രതിയേർത്ത് പോലീസ് FIR ഇടുകയും ചെയ്തിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിൽ മഹാരാഷ്ട്രയിൽ നിന്ന് ഇതിൽ ഒരാൾ പിടിയിലാവുകയും ചെയ്തിരുന്നു. മുംബൈ സ്വദേശി സന്തോഷിനെയാണ് ഈ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഈ സന്തോഷിന്റെ നേതൃത്വത്തിൽ ഒരു സൊസൈറ്റി പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കിയിരുന്നത്. ആ സൊസൈറ്റിക്ക് 3 ബ്രാഞ്ചുകളുണ്ട്. ഈ സൊസൈറ്റികൾ വഴിയാണ് ഈ തട്ടിപ്പ് പ്രധാനമായും നടത്തിയിരിക്കുന്നത്. പ്രധാനമായും 51 ലക്ഷം രൂപ ഈ സന്തോഷ് ഈ സൊസൈറ്റി വഴി തട്ടിയെടുത്തു എന്ന് പോലീസിന് വിവരം ലഭിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സന്തോഷ് പിടിയിലാവുന്നത്. 61 ലക്ഷം രൂപ ഡൽഹിയിൽ പിൻവലിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആരാണ് പിൻവലിച്ചതെന്ന് പോലീസ് അന്വേഷിച്ച് വരികയാണ്. ഈ രാജസ്ഥാൻ, അതുപോലെ തന്നെ ഡൽഹി, മഹാരാഷ്ട്ര എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഈ തട്ടിപ്പ് നടത്താൻ സാങ്കേതികപരമായി സഹായം നൽകിയിട്ടുള്ള ആളുകളടക്കം ഈ കേസിൽ പ്രതികളാകും എന്നുള്ള ഒരു സൂചനകളാണ് പ്രധാനമായും നൽകിയിട്ടുള്ളത്. മലയാളികളടക്കം ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. പ്രധാനമായും ഈ ചോദ്യം ചെയ്യലിനോട് സന്തോഷ കാര്യമായി സഹകരിക്കാത്തത് പോലീസിന് വലിയ രീതിയിലുള്ള വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ പരാതിക്കാരി പറഞ്ഞ പേരുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് FIR ഇട്ടിരിക്കുന്നത്. പേരുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മേൽവിലാസങ്ങൾ അത് എത്രമാത്രം സത്യാവസ്ഥയുണ്ട് എന്നുള്ളതടക്കം പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുകയും ചെയ്യുകയാണ്. കൂടുതൽ പേർ ഈ കേസിൽ പ്രതികളാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ നൽകുന്ന വിവരം. അജിത്.